ഇപ്പോൾ ഈ ഡയറിയിൽ പേര് വീണ തൈക്കണ്ടിക്ക് നൽകിയ തുകയുടെ കാര്യം മാത്രമല്ലല്ലോ, പല നേതാക്കളുടെയും ചുരുക്കപ്പേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരും ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരടക്കമുണ്ട് എന്നുള്ള വിഷയമാണ്. അപ്പോൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ എന്താണ് പ്രതികരിക്കുന്നത്? ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നത് ശരിയാണോ തെറ്റാണോ? എന്താണ് ഇതിനെ ദീപ്തി കാണുന്നത്? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നടത്തിയ പ്രസംഗമൊക്കെയാണ് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിലേക്കാണല്ലോ ഇപ്പോൾ ED വന്നത് എന്ന ചോദ്യമാണ് CPM ചോദിക്കുന്നത്. ദീപ്തി, ഇതിൻ്റെ അകത്ത് 2 രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണണം. ഒന്ന്, ഇന്നിപ്പോൾ എന്തിനാണ് ചോദ്യം ചെയ്തത്, ED എന്തിനാണ് ചോദ്യം ചെയ്തത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എടുത്തത് എന്നുള്ളതിന് പല ന്യായങ്ങളും CPM നേതാക്കന്മാർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട സ്റ്റേ വെക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് EDക്ക് ഇപ്പോൾ സെർച്ച് വാറന്റുമായിട്ട് ചെല്ലാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFIO അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസ് അത് FIR ഇടാതെ ഇരിക്കുന്നു. FIR ഇടാൻ നീണ്ടുപോകുന്നു. എത്രയോ കാലം, കഴിഞ്ഞ 5 വർഷക്കാലമായി നീണ്ടുപോകുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അനധികൃതമായി ചെയ്യാത്ത സർവീസിന് പണം വാങ്ങിച്ചു, മാസപ്പടി വാങ്ങിച്ചു. ആരുടെ കയ്യിൽ നിന്ന്? കരിമണൽ കർത്തായയുടെ കയ്യിൽ നിന്ന് വീണ തൈക്കണ്ടിയിൽ വാങ്ങിച്ചു എന്നുള്ളതാണ് കേസ്. ആരാണ് വീണ? അപ്പം വീണ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിക്കുന്നതിനല്ല ഇമ്പോർട്ടൻസ്, വീണ ആരുടെ മകളാണ് എന്നുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റി, കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു കേസ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ആ കേസ് മുമ്പോട്ട് പോകാതെ ED എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി മുമ്പോട്ട് പോകാതിരുന്നു എന്ന് ചോദിച്ചാൽ SFIO അതിൻ്റെ അകത്തെ FIR സബ്മിറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളത് പറഞ്ഞു, കോൺഗ്രസ്സുകാരത് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമോ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു കേന്ദ്ര ഏജൻസികളുടെ കേസും ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തുവോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ, നമുക്കറിയാമല്ലോ ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിൻ്റെ അകത്ത് ചെന്നെത്തുന്നത്, ആ കേസിൽ ചെന്നെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലറയ്ക്കുള്ളിലാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം നീളാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണെന്ന് പറഞ്ഞു. ആ ഡീൽ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേസ് മുമ്പോട്ട് പോകാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.